നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് MG റോഡിൽ രൂപപ്പെട്ട കുഴി എംസാൻഡ് ഉപയോഗിച്ച് അടക്കുവാൻ ശ്രമിച്ചത് നാട്ടുകാർ തടഞ്ഞു. ദേശീയ പണിമുടക്കിനിടെയാണ് കുഴി നികത്തുവാൻ ശ്രമമുണ്ടായത്. കാസർഗോഡ് നഗരത്തിൽ ബൈക്ക് യാത്രികർ കണ്ടെയ്നർ ട്രെയിലറിനടിയിൽ കുടുങ്ങി. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും പുറത്തെടുത്തത് സാഹസിക നീക്കത്തിലൂടെ. അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി സീതാംകൂടിയിൽ സംഘടിപ്പിച്ച പ്രകടനത്തിൽ ലാത്തിച്ചാർജ്. പ്രാദേശിക നേതാക്കളായ 3 പേർ കസ്റ്റഡിയിൽ. കാസർഗോഡ് പെരിയ മുത്തനെടുക്കത്ത് വൻ ലഹരിവേട്ട. കാറിൽ കടത്തുകയായിരുന്ന MDMAയുമായി 2 പേർ പിടിയിൽ. ഗ്രീൻ കാസർഗോഡ് 3ാം ഘട്ട പദ്ധതി മുന്നാട് പീപ്പിൾസ് കോളേജ് ക്യാമ്പസിലും തുടക്കമായി. തഹസിൽദാരുടെ നോട്ടീസിൽ പകച്ച് കാസർഗോഡ് ഒരു കുടുംബം. നായക്സ് റോഡിലെ ലക്ഷ്മി അമ്മയും കുടുംബവുമാണ് കണ്ണീർ കയത്തിലായിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് നഗരത്തിന്റെ ഹൃദയഭാഗത്തെ പാതയായ MG റോഡിൽ രൂപപ്പെട്ട കുഴി എംസാൻഡ് ഉപയോഗിച്ച് അടക്കുവാൻ ശ്രമിച്ചത് നാട്ടുകാർ തടഞ്ഞു. ദേശീയ പണിമുടക്കിനിടെയാണ് വാഹനത്തിൽ എംസാൻഡ് എത്തിച്ച് കുഴി നികത്തുവാൻ ശ്രമമുണ്ടായത്. വെള്ളം കുത്തിയൊലിക്കുന്ന ഈ ഭാഗത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള പ്രവൃത്തിയല്ല, ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെന്ന ആവശ്യമാണ് ഉയരുന്നത്. മഴ തുടങ്ങിയതോടെയാണ് കാസർഗോഡ് MG റോഡിൽ വൻ കുഴികൾ രൂപപ്പെട്ടത്. വെള്ളം കുത്തിയൊലിക്കുന്ന ഈ ഭാഗത്ത് അശാസ്ത്രീയമായ രീതിയിൽ നടത്തിയ പ്രവൃത്തിയാണ് കുഴികൾ ഉണ്ടാകുവാൻ കാരണമായത്. മഴ പെയ്യുമ്പോൾ കുഴികളിൽ വെള്ളം നിറഞ്ഞ് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. കൂടാതെ കുഴികൾ ഈ റോഡിൽ ഗതാഗത സ്തംഭനമുണ്ടാകുന്നതിനും കാരണമാകുന്നു. ഇത്തരത്തിൽ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്ന വിഷയത്തിലാണ് അധികൃതർ കണ്ണിൽ പൊടിയിടുന്ന സമീപനം സ്വീകരിച്ചത്. ദേശീയ പണിമുടക്കിനിടെ വാഹനത്തിൽ എംസാൻഡ് എത്തിച്ച് കുഴി നികത്തുവാനാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ പരിസരവാസികളും ഓട്ടോ തൊഴിലാളികളും സ്ഥലത്തെത്തുകയും പ്രവൃത്തി തടയുകയുമായിരുന്നു. വെള്ളം കുത്തിയൊലിക്കുന്ന ഈ ഭാഗത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള പ്രവൃത്തിയല്ല, ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെന്ന ആവശ്യമാണ് ഇവർ ഉയർത്തുന്നത്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ ആളുകൾക്കൊക്കെ ഇത് കാണാത്തതും അറിയാത്തതൊന്നുമല്ല. ഈ കുഴി 22 വർഷം 23 വർഷമായിട്ടുള്ള കുഴിയാണ്. ഇത് കാണാനായിട്ടാണ് അവര് സ്ഥിരം യാത്ര ചെയ്യുന്ന റോഡാണ്. പക്ഷെ വേണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഇതേപോലെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിട്ട് എന്തെങ്കിലും താൽക്കാലികമായിട്ട് ചെയ്യും. അത് സ്ഥിരമായിട്ട് നിൽക്കൂല. ഇവർ ഈ ജെല്ലി നേരത്തേക്ക് പോകുന്നതിന്റെ ഒരു പ്രശ്നം എന്താ അറിയോ? പിന്നെ രണ്ടാമത് മറ്റുള്ള വണ്ടി പോകുമ്പോൾ ആ വണ്ടിന്റെ ടയറിന്റെ അടിയിൽ കൊടുക്കുന്ന ജെല്ലി മറ്റുള്ള വണ്ടിക്ക് വെച്ച് അടിച്ചു കയറുന്നുണ്ട്. അപ്പൊ അവർക്കൊരു ബുദ്ധിമുണ്ട്. നമ്മളെ വണ്ടിന്റെ ഗ്ലാസ് പല വണ്ടിന്റെ ഗ്ലാസ് പൊട്ടി ചെലവ് പോയിട്ടുണ്ട്. ആരോട് പറയാന്? ഇവർ തരുമോ ഇതിന്റെ ചെലവ്? ഈ റോഡിലൊക്കെ ഇടാനുള്ള താറ് ചൂടാക്കുന്നത് കടലാസ് കത്തിച്ചിട്ടാണ്. കടലാസ് കത്തിച്ചിട്ട് ഇതിനേക്കാളും വലിയൊരു ഇത് എന്താ പറയാനുള്ള? ഇവിടെ നോക്കിയേ, പേപ്പർ ന്യൂസ് പേപ്പർ കത്തിച്ചിട്ടാണ് താറ് ചൂടാക്കുന്നത്. പ്രതിഷേധമുയർന്നതോടെ പ്രവൃത്തി നിർത്തിവെച്ച് വാഹനത്തിലെത്തിയവർ സ്ഥലം വിട്ടു. MG റോഡിൽ മാത്രമല്ല, കുഴികൾ നിറഞ്ഞും പൊട്ടിപ്പൊളിഞ്ഞും നഗരത്തിലെ പല റോഡുകളുടെയും അവസ്ഥ ദയനീയമാണ്. നഗരത്തിൽ ഇത് വലിയ രീതിയിലുള്ള ഗതാഗത സ്തംഭനത്തിനാണ് ഇടയാക്കുന്നത്. വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ടെങ്കിലും ശാശ്വതമായ പരിഹാരം കാണാതെ ഇത്തരം പൊടിക്കൈകൾ കാണിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസങ്ങളെ സംഘപരിവാർവൽക്കരിക്കാനുള്ള ഗവർണറുടെ നടപടികൾക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി SFI കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ആദായ നികുതി ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംഘപരിവാർവൽക്കരിക്കുവാനുള്ള നടപടികളാണ് ഗവർണറുടേതെന്നാരോപിച്ച് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ആദായ നികുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പരിസരത്തു നിന്നുമായിരുന്നു മാർച്ച് ആരംഭിച്ചത്. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ആദായ നികുതി ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇത് മറികടക്കുവാൻ പ്രവർത്തകർ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. സംഘർഷം ഒഴിവാക്കുവാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 23ഓളം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു.
SFI ജില്ലാ സെക്രട്ടറി കെ പ്രണവ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ഗവർണറായി കേരളത്തിന്റെ വിദ്യാർത്ഥികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥി അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് സർവകലാശാലയുടെ മുഖ്യ ഇടപെടലിന് വേണ്ടി നിങ്ങൾ നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ, വൈസ് ചാൻസലർമാരെ സന്നദ്ധരാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കും. അല്ലെങ്കിൽ മറിച്ച് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ, നിങ്ങൾ തിരുവനന്തപുരത്തിരിക്കുന്ന ആ രാജ്ഭവൻ ഉണ്ടല്ലോ, ആ രാജ്ഭവൻ വിട്ട് നിങ്ങൾ എപ്പോൾ പുറത്തിറങ്ങണമെന്ന് SFI തീരുമാനിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി അറിയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പേരാണ് SFI എന്നുള്ള കാര്യം തിരിച്ചറിയണം. ജില്ലാ കമ്മിറ്റി അംഗം റോഷൻ അധ്യക്ഷത വഹിച്ചു. അഖിൽ രാജ് സ്വാഗതം പറഞ്ഞു. ഇമ്മാനുവൽ, അദിനാൻ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. പ്രതിഷേധത്തിനിടെ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ വൈകുന്നേരത്തോടെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നഗരത്തിൽ ബൈക്ക് യാത്രികർ കണ്ടെയ്നർ ട്രെയിലറിനിടയിൽ കുടുങ്ങിയത് നടുക്കുന്ന അപകടമായി. പുതിയ ബസ് സ്റ്റാൻഡ് പ്രസ് ക്ലബിന് സമീപം പുലർച്ചെയാണ് അപകടമുണ്ടായത്. ഫയർഫോഴ്സ് നടത്തിയ സാഹസിക നീക്കത്തിലൂടെയാണ് ഗുരുതരമായി പരിക്കേറ്റ 2 പേരെയും ട്രെയിലറിനടിയിൽ നിന്ന് പുറത്തെടുക്കാനായത്. കാസർഗോഡ് ദേശീയപാതയിൽ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രസ് ക്ലബിനടുത്ത് വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് വാഹനാപകടമുണ്ടായത്. ഇരിയണ്ണി സ്വദേശികളായ രഞ്ജിഷ്, പ്രസാദ് എന്നിവർ സഞ്ചരിച്ചിരുന്ന KL 14-187-73 നമ്പർ ഹീറോ ഹോണ്ട ബൈക്ക് KA 19 AE 2270 നമ്പർ കണ്ടെയ്നർ ട്രെയിലറിനടിയിൽ കുടുങ്ങുകയായിരുന്നു. കാസർഗോഡ് ഫയർഫോഴ്സ് നടത്തിയ സാഹസിക നീക്കത്തിലൂടെയാണ് ഗുരുതരമായി പരിക്കേറ്റ 2 പേരെയും ട്രെയിലറിനടിയിൽ നിന്നും പുറത്തെടുക്കുവാനായത്. ഹൈഡ്രോളിക്, പെന്യൂമാറ്റിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഉടൻ തന്നെ ഇവരെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി. വിവരമറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കണ്ണൂർ സ്വദേശിയായ ബോബി അഗസ്റ്റിനാണ് ട്രെയിലർ ഓടിച്ചിരുന്നത്. രക്ഷാപ്രവർത്തനത്തിന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വിനോദ് റാം, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി സുഗു, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ വൈശാഖ് ELB ഉമേശൻ, ഹോംഗാർഡ്സ്മാരായ ശ്രീജിത്ത്, സോബിൻ, രാകേഷ്, ഡ്രൈവർമാരായ ഷൈജു, KR അജേഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ട്രേഡ് യൂണിയൻ സംഘടനകൾ ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി സീതാംകോളിയിൽ സംഘടിപ്പിച്ച പ്രകടനത്തിൽ ലാത്തിച്ചാർജ്. പ്രാദേശിക നേതാക്കളായ 3 പേർ കസ്റ്റഡിയിൽ. സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സീതാംകോളി ടൗണിൽ വൻ പോലീസ് സംഘത്തെ വിന്യസിച്ചു. ട്രേഡ് യൂണിയൻ സംഘടനകൾ ആഹ്വാനം ചെയ്ത സമരത്തെ തുടർന്ന് സീതാംകോളിയിൽ സംഘർഷം. പ്രവർത്തകർക്കു നേരെ പോലീസ് ലാത്തിവീശി. CPM പ്രാദേശിക നേതാക്കളായ A. സന്തോഷ് കുമാർ, ബിനീഷ് P, മധുസൂദനൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചരക്കുമായി വന്ന വാഹനം സമരാനുകൂലികൾ തടഞ്ഞതായിരുന്നു സംഘർഷത്തിനിടയാക്കിയത്. പണിമുടക്കിന്റെ ഭാഗമായി സീതാംകുളിയിൽ CITU പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞിരുന്നു. ഒട്ടേറെ വാഹനങ്ങളെ പോലീസ് ഇടപെട്ട് പോകാൻ അനുവദിച്ചു. ഇതിലൊരു വാഹനത്തെ പ്രവർത്തകർ തടയുകയും അടിച്ചു തകർക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. തടയാൻ ചെന്ന പോലീസിനു നേരെ കയ്യേറ്റ ശ്രമമുണ്ടായി. പ്രാദേശിക നേതാക്കളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നതിനിടെ പ്രവർത്തകർ മുദ്രാവാക്യങ്ങളുമായി തടയുകയും ചെയ്തു. സമരാനുകൂലികൾ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാത്തതിനെ തുടർന്ന് കുമ്പള SI K. ശ്രീജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ലാത്തിവീശി പ്രവർത്തകരെ വിരട്ടിയോടിച്ചു. ലാത്തിച്ചാർജിൽ പരിക്കേറ്റ പ്രവർത്തകരെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്കും തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സീതാംകോളി ടൗണിൽ വൻ പോലീസ് സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പെരിയ മുത്തനടുക്കത്ത് വൻ ലഹരിവേട്ട. കാറിൽ കടത്തുകയായിരുന്ന MDMA-യുമായി 2 പേർ പിടിയിൽ. മുളിയാർ പുവൽ സ്വദേശി മുഹമ്മദ് ഡാനിഷ്, ചെങ്കള ആലമ്പാടി സ്വദേശി അബ്ദുൽ ഖാദർ എന്നിവരെയാണ് ജില്ലാ ബേക്കൽ സബ് ഡിവിഷൻ ലഹരിവിരുദ്ധ സ്ക്വാഡും ബേക്കൽ പോലീസും ചേർന്ന് പിടികൂടിയത്.
ഡാൻസ് ഓഫ് ടീം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ ലഹരി കടത്തുന്നതായി സംശയം തോന്നിയ കാർ മൂന്നാംകടവ് മുത്തനടുക്കം എന്ന സ്ഥലത്ത് വെച്ച് തടഞ്ഞു നിർത്തുകയും ബേക്കൽ പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് MDMA കണ്ടെടുത്തത്. ബോക്സിൽ ഒളിപ്പിച്ച രീതിയിൽ 256.02 ഗ്രാം MDMA ആയിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് വാഹനമുൾപ്പെടെ പ്രതികളായ മുളിയാർ പൊവ്വൽ സ്വദേശി മുഹമ്മദ് ഡാനിഷിനെയും ചെങ്കള ആലമ്പാടി സ്വദേശി അബ്ദുൽ ഖാദറിനെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി BV വിജയ് ഭരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം ബേക്കൽ DYSP VV മനോജ്, ബേക്കൽ ഇൻസ്പെക്ടർ MV ശ്രീദാസ്, സബ് ഇൻസ്പെക്ടർ സവ്യ സാചിയം എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ലഹരി കടത്ത് പിടികൂടിയത്. ഹൊസ്ദുർഗ് കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ബെദിര പള്ളിക്ക് സമീപം റോഡ് തകർന്ന് കോൺക്രീറ്റ് മിക്സർ വാഹനത്തിന്റെ ടയറുകൾ താഴ്ന്നുപോയി. വാഹനത്തിന്റെ ഒരു ഭാഗത്തെ ടയറുകൾ മുഴുവനായും റോഡിൽ പൂണ്ടുപോയ നിലയിലാണ്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. രാവിലെയോടെയാണ് ബെദിര പള്ളിക്ക് സമീപത്തെ റോഡിൽ കോൺക്രീറ്റ് മിക്സർ വാഹനത്തിന്റെ ടയറുകൾ താഴ്ന്നു പോയത്. കോൺക്രീറ്റ് ചെയ്ത റോഡ് തകർന്നാണ് വാഹനത്തിന്റെ ടയറുകൾ റോഡിൽ പൂണ്ടുപോയത്. നിരവധി പേർ യാത്രയ്ക്കായി ആശ്രയിക്കുന്ന റോഡാണിത്. കൂടാതെ സ്കൂൾ ബസ്സുകളും മറ്റും പോകുന്ന റോഡ് കൂടിയാണിത്. വാഹനം കുടുങ്ങിയതോടെ പ്രദേശവാസികളുടെ യാത്രയും മുടങ്ങിയിരിക്കുകയാണ്. കോൺക്രീറ്റ് റോഡ് ഇത്തരത്തിൽ തകർന്നത് പ്രദേശവാസികളിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. കോൺക്രീറ്റ് മിക്സർ വാഹനം ഇതുവരെ ഇവിടെ നിന്നും മാറ്റുവാൻ സാധിച്ചിട്ടില്ല. ക്രെയിൻ ഉപയോഗിച്ച് നീക്കുവാൻ ശ്രമിച്ചെങ്കിലും ക്രെയിനും റോഡിൽ താഴ്ന്നു പോയിരിക്കുകയാണ്. 2 വാഹനങ്ങളെയും പുറത്തെത്തിക്കുവാൻ നാട്ടുകാരുൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഊർജിതമായ ശ്രമങ്ങൾ നടന്നുവരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധുവാഹിനിപ്പുഴയുടെ മായിപ്പാടി ഉടുവ അണക്കെട്ട് ശുചീകരിച്ച് CPM പ്രവർത്തകർ. മാസങ്ങളായി കുറഞ്ഞ ഒഴുക്ക് മാത്രമുണ്ടായിരുന്ന അണക്കെട്ട് പ്രദേശത്തെ വെള്ളപ്പൊക്കത്തിനും കാരണമായിരുന്നു. മധുവാഹിനിപ്പുഴയുടെ മായിപ്പാടി ഉടുവ അണക്കെട്ടിൽ മാസങ്ങളായി വെള്ളത്തിന്റെ ഒഴുക്ക് വെറും 10% മാത്രമായിരുന്നു. അണക്കെട്ടിന് ബലക്ഷയം വരുന്ന നിലയിൽ വലിയ മരങ്ങളടക്കം കുമിഞ്ഞുകൂടി 90% അടഞ്ഞ നിലയിലായിരുന്നു. പട്ള പ്രദേശത്തെ വെള്ളപ്പൊക്കത്തിന് ഈ അണക്കെട്ടും കാരണമായ സാഹചര്യത്തിൽ CPM പ്രവർത്തകർ അണക്കെട്ടിന്റെ ശുചീകരണത്തിനായി മുന്നോട്ട് വരികയായിരുന്നു. ഇതിൻ്റെ ലെവലായിട്ട് കത്തറന്നുണ്ട്. 50 മീറ്ററോളമുണ്ട്. 2 കൊല്ലമായിട്ട് പലയൊന്നും. അപ്പോൾ പലയിടുന്നില്ലാത്ത ക്ലീനും ആക്കുന്നില്ല. ഇത് ഫുള്ള് കച്ചറ കെട്ടിൻ്റെ ലെവലുണ്ട്. രാവിലെ ഒരു 8-9 മണി നമുക്ക് എല്ലാവരും ഇങ്ങനെ പഞ്ഞാണ് പാടെല്ലാം വെള്ളാറുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവും. നോക്കുമ്പോൾ ഫുള്ള് ഇത് കച്ചറായിട്ടുണ്ട്. അപ്പോൾ അതിനെ ക്ലീനാക്കിയിട്ട് ഇപ്പോൾ ഇങ്ങനെ കാണുന്ന രീതിയിൽ ക്ലീനാക്കിയിട്ട് 1 മീറ്ററോളം വെള്ളം ഇപ്പം നമ്മളെ കാണുമ്പോൾ തന്നെ കാണും. ഇത് അപ്പുറത്ത് ഇപ്പുറത്ത് ആയിട്ടില്ല. ഞങ്ങൾ ഒരു 6 മാസം മുന്നേ ഞാനും ഞങ്ങൾ 2 പേര് വന്നിട്ട് 3 കല്ല് ക്ലീനാക്കി. ഇന്ന് 2 ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇവരിത് വന്നിട്ട് ഒന്നും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് എല്ലാവരും കൂടി ഇതാക്കുന്നത്. പഞ്ചായത്തിൽ ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് ഒരാഴ്ച മുന്നേ. അത് അവരൊന്നും നടപടിയൊന്നും സ്വീകരിച്ചില്ല. കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് എൻ്റെ എല്ലാ പ്രൂഫ് എടുക്കുന്നുണ്ട്. ശക്തമായ മഴയ്ക്ക് ശമനമുണ്ടായതോടെ CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അണക്കെട്ട് ശുചീകരിക്കുകയുണ്ടായി. കടപുഴകി വീണ മരങ്ങളും മറ്റും കൊണ്ട് അണക്കെട്ട് ഒഴുക്കില്ലാതെ കിടന്നതിനാൽ ശുചീകരണവും ശ്രമകരമായിരുന്നു. ശുചീകരണത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗ്രീൻ കാസർഗോഡ് 3ാം ഘട്ട പദ്ധതി മുന്നാട് പീപ്പിൾസ് കോളേജ് ക്യാമ്പസിലും തുടങ്ങി. കാസർഗോഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് E പത്മാവതി വൃക്ഷത്തൈ നട്ടുപിടിപ്പിച്ച് ഉദ്ഘാടനം ചെയ്തു. തളങ്കര ഗവൺമെൻറ് മുസ്ലിം ഹൈസ്കൂൾ 75 ബാച്ചിൻ്റെ സുവർണ ജൂബിലിയുടെ ആഘോഷത്തിൻ്റെ ഭാഗമായി ഗ്രീൻ കാസർഗോഡ് 3ാം ഘട്ട പദ്ധതി മുന്നാട് പീപ്പിൾസ് കോളേജ് ക്യാമ്പസിലും തുടങ്ങി. 3ാം ഘട്ട പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞയാഴ്ച നടന്നിരുന്നു. മുന്നാട് പീപ്പിൾസ് കോളേജിലെ പരിപാടി കാസർഗോഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് E പത്മാവതി വൃക്ഷത്തൈ നട്ടുപിടിപ്പിച്ച് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പസിൽ ഇത്തരം പരിപാടി വിദ്യാർത്ഥി പൂർവ്വ സംഘടന നടത്തുന്നത് അപൂർവമാണെന്നും ക്യാമ്പസുകൾ പ്രകൃതിക്കിണങ്ങുന്ന തരത്തിൽ പച്ചപ്പ് വിരിക്കുന്ന ഗ്രീൻ കാസർഗോഡ് പദ്ധതി മാതൃകാപരമാണെന്നും E പത്മാവതി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ പ്രിൻസിപ്പൽ CK ലൂക്കോസ് അധ്യക്ഷത വഹിച്ചു. MA ലത്തീഫ് സ്വാഗതം പറഞ്ഞു. കരുണാകരൻ വിസ്മയ, ബഷീർ വോളിബോൾ, BU അബ്ദുല്ല, CL ഹനീഫ, CM മുസ്തഫ, PA മജീദ്, പട്ല മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, BM അബ്ദുല്ല, കബീർ, അബ്ദുല്ലഹിമാൻ മാസ്റ്റർ, PA സലാം, CL മിർഷാദ്, KM അബ്ദുൽ ഖാദർ, T ശ്രീലത, EK രാജേഷ്, K മുരളീധരൻ, പായം വിജയൻ, KV സജിത്ത്, M ലതിക, M വിനോദ് കുമാർ, സുരേഷ് പയ്യങ്ങാനം എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി യുവ സാഹിത്യകാരി മൈസൂന ഹാനി ഉദ്ഘാടനം ചെയ്തു.
പത്തിരി ചുട്ട് വിളമ്പി വിളിച്ചൊരു പത്തൊളി പാത്തുമ്മ. നന്നായിട്ടുണ്ടല്ലോ, ഇനി ഇത് തന്നെ ആക്കാം തിന്നാൻ. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളിലെ കഥാപാത്രങ്ങൾ വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ വിദ്യാർത്ഥികൾക്കത് വേറിട്ട അനുഭവമായി. സ്കൂളിൽ രൂപീകൃതമായ മാത്സ്, സയൻസ്, ഇംഗ്ലീഷ്, ഇക്കോ, സോഷ്യൽ സയൻസ് ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും യുവ സാഹിത്യകാരി മൈസൂന ഹാനി ഉദ്ഘാടനം ചെയ്തു. ഏത് കാലത്തേക്കും വ്യാപിക്കുന്നതാണ് ബഷീറിന്റെ എഴുത്ത്. മലയാളം അറിയാവുന്ന, മലയാളം കൂട്ടി വായിക്കാൻ പറ്റുന്ന ഏതൊരാൾക്കും ബഷീറിന്റെ സാഹിത്യം വഴങ്ങും എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായൊരു നോവലാണ് പാത്തുമ്മയുടെ ആട്. അറിയില്ലേ? പാത്തുമ്മയുടെ ആട്. അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള തലയോടപ്പറമ്പ്, അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള വീട്ടിൽ അദ്ദേഹം ഒരു വിശ്രമ കാലം ഉണ്ടായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം പാത്തുമ്മയുടെ ആട് എന്നുള്ള നോവൽ എഴുതിയിരിക്കുന്നത്. സ്കൂൾ പ്രധാനാധ്യാപിക വി കെ ശശികല അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് PVC ജുവൈറിയ, PVC ഇനാം എന്നിവർ ചേർന്ന് പുസ്തക വിതരണം നടത്തി. പി ഹരീന്ദ്രൻ, കെ മനു, TV റോഷ്നി, അനീഷ് വെങ്ങാട്ട്, TKM ഷെരീഫ്, MTC ആരിഫ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലെ സൂര്യകാന്തി പൂക്കൾ കാഴ്ചയുടെ വസന്തമൊരുക്കുന്നു. മൂന്നാറിൽ നിന്നും എത്തിച്ച വിത്തുകൾ ഉപയോഗിച്ചാണ് സ്കൂളിൽ ചെറു സൂര്യകാന്തി പൂന്തോട്ടങ്ങൾ ഒരുക്കിയത്. സ്വർണ്ണവർണ്ണത്തിൽ വിടർന്നു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ അധ്യാപകരുടെയും കുട്ടികളുടെയും മാത്രമല്ല, സ്കൂളിലെത്തുന്ന ഓരോരുത്തരുടെയും കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചയാവുകയാണ്. പഠനരംഗത്തോടൊപ്പം പാഠ്യേതര രംഗത്തും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്ന മൊഗ്രാൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മനോഹരമായ കാഴ്ചകളിലൊന്നാണ് വിടർന്ന് പരിലസിച്ച് നിൽക്കുന്ന ഈ സൂര്യകാന്തി പൂക്കൾ. ഇക്കോ സീഡ് ക്ലബ്ബ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൂര്യകാന്തിക്കൊരിടം പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂൾ അങ്കണത്തിൽ അങ്ങിങ്ങായി ചെറു സൂര്യകാന്തി പൂന്തോട്ടങ്ങൾ ഒരുക്കിയത്. LP ബ്ലോക്ക്, ഹൈസ്കൂൾ ബ്ലോക്ക് എന്നിവിടങ്ങളിലെല്ലാം ചെറുകാറ്റിൽ ഇളകിയാടുന്ന ചെടികളിൽ നിറഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചയാവുകയാണ്. മുന്നാറിൽ നിന്നുമാണ് സൂര്യകാന്തി വിത്തുകൾ എത്തിച്ചതെന്നും അധ്യാപകരും കുട്ടികളുമെല്ലാം മികച്ച പരിചരണമാണ് തൈകൾക്ക് നൽകിയതെന്നും ഇക്കോ ക്ലബ്ബ് കൺവീനറായ അധ്യാപകൻ രാജേഷൻ മാസ്റ്റർ പറഞ്ഞു. കഴിഞ്ഞ വർഷം മുതലാണ് സൂര്യകാന്തി ചെടികൾ നട്ടുപിടിപ്പിക്കുവാൻ തുടങ്ങിയതെന്നും ഇത് ഏറ്റവും നല്ല പ്രവർത്തനമായി മാറിയതോടെയാണ് പദ്ധതി ഈ വർഷവും തുടരുന്നതെന്നും രാജേഷൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. സ്കൂൾ അങ്കണത്തിൽ വിവിധ ഇടങ്ങളിലായി സ്വർണ്ണവർണ്ണത്തിൽ വിടർന്നു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ അധ്യാപകരുടെയും കുട്ടികളുടെയും മാത്രമല്ല, സ്കൂളിലെത്തുന്ന ഓരോരുത്തരുടെയും കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചയാവുകയാണ്. സൂര്യകാന്തി പൂന്തോട്ടം മാത്രമല്ല, സീനിയ തോട്ടമൊരുക്കി വിജയിച്ച കഥയും ഈ സ്കൂളിന് പറയാനുണ്ട്. പപ്പായത്തോട്ടം, മുളകുതോട്ടം പദ്ധതി പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാണ്. ഇക്കോ സീഡ് ക്ലബിന് നേതൃത്വം നൽകുന്ന അധ്യാപകരായ രാജേഷൻ മാസ്റ്റർ, നിപു VT, രുവേഗ PK, സൈനഭ, രമ്യ RS എന്നിവരാണ് ഈ പ്രവർത്തനങ്ങളുടെ മുൻനിരയിലുള്ളത്. ഹെഡ്മാസ്റ്റർ, PTA, വിദ്യാർത്ഥികൾ എന്നിവരും പ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണ നൽകുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വർഷങ്ങളായി കുടിയിരിപ്പുള്ള സ്ഥലത്ത് നിന്ന് ഇല്ലാത്ത സ്ഥലത്തേക്ക് കുടിയൊഴിയണമെന്ന തഹസിൽദാരുടെ നോട്ടീസിൽ പകച്ച് കാസർഗോഡ് ഒരു കുടുംബം. ചന്ദ്രഗിരി ജംഗ്ഷന് സമീപത്തെ നായക്സ് റോഡിലെ 90-കാരിയായ ലക്ഷ്മി അമ്മയും കുടുംബവുമാണ് റവന്യൂ വകുപ്പിന്റെ വിചിത്ര ഉത്തരവിനെ തുടർന്ന് കണ്ണീർ കയത്തിലായിരിക്കുന്നത്. 90 വർഷത്തിലധികമായി കുടിയിരിക്കുന്ന ഭൂമിയിൽ നിന്ന് 3 ദിവസത്തിനകം കുടിയൊഴിയണമെന്നും അല്ലെങ്കിൽ ഒഴിപ്പിക്കുമെന്നും തഹസിൽദാർ നോട്ടീസ് നൽകിയിരിക്കുകയാണെന്ന് ലക്ഷ്മിയമ്മയുടെ മകൾ കമലാക്ഷി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാറിപ്പോകേണ്ട സ്ഥലത്തിന്റെ സർവേ നമ്പർ ഉൾപ്പെട്ട നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിലും അങ്ങനെയൊരു സ്ഥലം ഇവർക്ക് അനുവദിച്ചതിന്റെ രേഖകൾ ഫയലിൽ ഇല്ലെന്ന് RDOയും പറയുന്നു. കഴിഞ്ഞ 5-നാണ് താലൂക്ക് തഹസിൽദാർ ഒപ്പുവെച്ച നോട്ടീസ് കുടുംബത്തിന് ലഭിച്ചത്. വർഷങ്ങളായി കുടിയിരിപ്പുള്ള സ്ഥലത്തു നിന്ന് 122/1 കുടിയിരിപ്പുള്ള സ്ഥലത്തേക്ക് മാറാനാണ് ഉത്തരവ്. എന്നാൽ ഇതേ സർവേ നമ്പർ പ്രകാരമുള്ള സ്ഥലം സംബന്ധിച്ച വിവരങ്ങൾ ആരാഞ്ഞ് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് ജൂൺ 28-ന് RDO നൽകിയ മറുപടിയിൽ ഈ സർവേ നമ്പറിൽ ലക്ഷ്മി അമ്മയ്ക്ക് ഭൂമി അനുവദിച്ചതിന്റെ രേഖകൾ ഫയലിൽ കാണുന്നില്ലെന്നും പറയുന്നു. ഈ സാഹചര്യത്തിൽ തങ്ങൾ എങ്ങോട്ട് പോകുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. 90 വർഷകാലമായി ഞങ്ങൾ ജീവിക്കുന്നത്. എൻ്റെ അമ്മക്ക് 92 വയസ്സായി. 3 സഹോദരന്മാർ 2003 ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. അതിനുശേഷം അമ്മ കിടപ്പിലാണ്. ഈ കിടപ്പിലായ അമ്മേനെയും കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? യാതൊരുവിധ അറിവും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. കോടതി വിധി ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടണം ഉള്ളതെന്ന് പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു നോട്ടീസ് വന്ന്
5-ാം തീയതി. ആ നോട്ടീസിൽ 3 ദിവസത്തിലാണ് ഞങ്ങളെ ഇറക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിന് ഉള്ള തീരുമാനങ്ങളൊന്നും ഇതുവരെ ആയിട്ട് ഞങ്ങൾ ആകെ ഭയപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനോ ഒരു കഴിവും ഇല്ല. ഒരു വാടക വീട് പോലും എടുത്ത് ജീവിക്കാനുള്ള ചുറ്റുപാട് ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നുള്ള യാതൊരു ഇതും അറിവില്ല. കുടിയിരിപ്പ് ഭൂമി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി കുടുംബം ഹൈക്കോടതിയിൽ കേസ് നടത്തുന്നുണ്ട്. റവന്യൂ മന്ത്രിക്കും കുടുംബം അപേക്ഷ നൽകിയിരുന്നു. ഇത്തരത്തിൽ കുടികിടപ്പ് അവകാശപ്പെട്ട ഭൂമിക്കായി വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം നടക്കുമ്പോഴാണ് റവന്യൂ അധികാരികളിൽ നിന്നും സ്ഥലം ഒഴിഞ്ഞു പോകണമെന്ന നോട്ടീസ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുളിഞ്ച സർക്കാർ പ്രാഥമിക വിദ്യാലയത്തിൽ റേബീസ് പ്രതിരോധ ബോധവൽക്കരണ പരിപാടി നടന്നു. മംഗൽപാടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ നഴ്സ് നാൻസി വിഷയാവതരണം നടത്തി. മുളിഞ്ച സർക്കാർ പ്രാഥമിക വിദ്യാലയത്തിൽ റേബീസ് പ്രതിരോധ ബോധവൽക്കരണ പരിപാടിയിൽ മംഗൽപാടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ നഴ്സായ നാൻസി കുട്ടികളുമായി സംവദിച്ചു. റേബീസ് രോഗം എന്താണ്, എങ്ങനെ പകരുന്നു, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, കടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ തുടങ്ങിയ വിഷയങ്ങൾ വിശദമായി അവതരിപ്പിച്ചു. പരിപാടിയിൽ BRC ട്രെയിനർ ശാരദ ടീച്ചറും പങ്കെടുത്തു. നായയുടെ കടിയിലൂടെ റേബീസ് പകരാനുള്ള സാധ്യതയുണ്ടെന്നതിനാൽ ജാഗ്രത പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത അവർ പ്രതിപാദിച്ചു. ഏതെങ്കിലും മൃഗങ്ങൾ കടിച്ചാൽ ഉടൻ തന്നെ ആശുപത്രിയിലെത്തി ചികിത്സ തേടേണ്ടതിൻ്റെ പ്രാധാന്യതയും കുട്ടികൾക്ക് അവർ പറഞ്ഞുകൊടുത്തു. പരിപാടിയിൽ കുട്ടികൾ ശ്രദ്ധയോടെ പങ്കെടുത്തു. പലതരം ചോദ്യങ്ങൾ ചോദിച്ച് കൂടുതൽ അറിവ് തേടി. വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു. അധ്യാപകൻ അബ്ദുൽ ബഷീർ സ്വാഗതവും പ്രധാനാധ്യാപിക ചിത്രാവതി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ടൗണിനെ കുരുക്കിയിടുന്ന വെള്ളാപ്പൂർ റോഡ് ബീരിച്ചേരി റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കി മേൽപ്പാലങ്ങൾ വേഗത്തിൽ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മേൽപ്പാലങ്ങളുടെ നിർമ്മാണവും തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങളും ത്വരിതഗതിയിലാക്കാനുള്ള ഇടപെടൽ വേഗത്തിലാക്കണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവിധ സംഘടനകളെ തൃക്കരിപ്പൂർ ശബ്ദം വാട്സാപ്പ് കൂട്ടായ്മ ഒരു വേദിയിലെത്തിക്കാൻ മുൻകൈയെടുക്കുന്നു. ജനജീവിതത്തെ വട്ടം കറക്കുന്ന തരത്തിൽ തൃക്കരിപ്പൂർ പടന്ന പഞ്ചായത്ത് പരിധിയിൽ 5 റെയിൽവേ ഗേറ്റുകളാണുള്ളത്. അതിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ മാത്രം 4 റെയിൽവേ ഗേറ്റുകളാണ് യാത്രക്കാരെ കുരുക്കുന്നത്. തൃക്കരിപ്പൂർ ടൗണിനോട് ചേർന്ന 2 റെയിൽവേ ഗേറ്റുകൾ ടൗണിലെത്തുന്നവരെ പതിറ്റാണ്ടുകളായി വലയ്ക്കുകയാണ്. 40-ൽ പരം സ്വകാര്യ ബസ്സുകളും മംഗളൂരുവിലേക്കും വലിയപറമ്പ് പടന്ന കടപ്പുറത്തേക്കും ഉൾപ്പെടെ 2 KSRTC ബസ്സുകളും സർവീസ് നടത്തുന്ന പയ്യന്നൂർ തൃക്കരിപ്പൂർ പ്രധാന പാതയിലെ ബീരിച്ചേരി ഗേറ്റും ടൗണിലെ തിരക്കേറിയ വെള്ളാപ്പ് റോഡ് ജംഗ്ഷനിലുമാണ് 2 റെയിൽവേ ഗേറ്റുകൾ യാത്രാക്കുരുക്കുണ്ടാക്കുന്നത്. കൂടാതെ ഇളമ്പച്ചി, രാമവില്യം, ഒളവറ, ഉളിയം കടവ് റോഡ് എന്നിവിടങ്ങളിലാണ് മറ്റ് റെയിൽവേ ഗേറ്റുകൾ. പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി ട്രെയിനുകളുടെ എണ്ണം കൂടുകയും റോഡുകളിൽ വാഹനങ്ങൾ 10 ഇരട്ടിയായി വർദ്ധിക്കുകയും ചെയ്തതോടെ പാളങ്ങൾ കടന്നു പോകുന്ന പാതകളിലെ റെയിൽവേ ഗേറ്റുകളിൽ കുടുങ്ങിക്കിടക്കുന്നതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ബീരിച്ചേരി വെള്ളാപ്പ് റോഡ് റെയിൽവേ ഗേറ്റുകളിൽ മേൽപ്പാലം നിർമ്മാണം ആരംഭിക്കണമെന്ന ആവശ്യം വേഗത്തിൽ നടപ്പാക്കാൻ ഇടപെടലുണ്ടാക്കാനാണ് പുതിയ നീക്കം നടക്കുന്നത്. വികസന കാര്യങ്ങളിൽ വർഷങ്ങളായി ജനപ്രതിനിധികളിൽ സമ്മർദ്ദം ചെലുത്തി വരുന്ന തൃക്കരിപ്പൂർ ശബ്ദം വാട്സാപ്പ് കൂട്ടായ്മ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനപ്രതിനിധികളെയും സംഘടനാ നേതാക്കളെയും മേൽപ്പാല നിർമ്മാണത്തിനായും റെയിൽവേ സ്റ്റേഷൻ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനുമായി ഒരു വേദിയിൽ അണിനിരത്തുന്നതിന് മുൻകൈയെടുക്കുകയാണെന്ന് വാട്സാപ്പ് കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 13 ഞായറാഴ്ച വൈകുന്നേരം 4:30 തൃക്കരിപ്പൂർ നെഹ്റു സ്തൂപത്തിന് സമീപത്തെ ബുർജ് ഓഡിറ്റോറിയത്തിലാണ് ഇത് സംബന്ധിച്ച് ചർച്ചയ്ക്ക് വേദിയൊരുങ്ങുന്നത്. രാഷ്ട്രീയ കക്ഷി ഭാരവാഹികൾ, തൃക്കരിപ്പൂർ പടന്ന വലിയപറമ്പ് പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ, വ്യാപാരി സംഘടനാ നേതാക്കൾ, ഡ്രൈവർമാരുടെ സംഘടനാ നേതാക്കൾ, വിവിധ സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ, പള്ളി കമ്മിറ്റി, ക്ഷേത്ര കമ്മിറ്റി, ചർച്ച് കമ്മിറ്റി ഭാരവാഹികളും ഉൾപ്പെടെ നാടിന്റെ എല്ലാ മേഖലയിലുള്ളവരും പ്രാതിനിധ്യം ഉറപ്പാക്കിയാണ് വേദി ഒരുക്കിയിട്ടുള്ളതെന്ന് ശബ്ദം വാട്സാപ്പ് കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. അതേപോലെ നാടിന്റെ വികസനം ഒന്ന് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് അത് മാത്രം കണക്കെടുത്തുകൊണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ മതചിന്ത വിഭാഗക്കാരും, എല്ലാ സന്നദ്ധ സംഘടനകളും, തൊഴിലാളി സംഘടനകളും ഒക്കെ ഒരുമിച്ചിരുന്നുകൊണ്ട് ഒരു ചർച്ച നടത്തുന്ന ഒരു വേദിയാണ് ഈ 13-ാം തീയതി. എം മുഹമ്മദ് കുഞ്ഞി, സപ്ന ലത്തീഫ്, AG മുഹമ്മദ് അമീൻ, AG അബ്ദുൽ സലാം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
മഞ്ചേശ്വരം സേവാ സഹകാരി ബാങ്കിന്റെ കുഞ്ചത്തൂർ മോർണിംഗ് ഈവനിംഗ് ബ്രാഞ്ച് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം സേവാ സഹകാരി ബാങ്കിന്റെ കുഞ്ചത്തൂർ മോർണിംഗ് ഈവനിംഗ് ബ്രാഞ്ച് അംഗങ്ങളുടെയും ഉപഭോക്താക്കളുടെയും സൗകര്യാർത്ഥം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ ഉദ്ഘാടനം നിർവഹിച്ചു. 5 ಬ್ರಾಂಚ್ಗಳನ್ನು ಇಟ್ಟುಕೊಂಡು ಶಾಖೆಗಳನ್ನು ಇಟ್ಟುಕೊಂಡು ಇವತ್ತು ಒಂದು ಶಾಖೆಯನ್ನು ಇಲ್ಲಿ ಸ್ಥಳಾಂತರ ಮಾಡಿದ್ದಾರೆ. ಅದರ ಶ್ರೇಯಸ್ಸು ಎಲ್ಲ ಸಿಬ್ಬಂದಿಗಳಿಗೆ ಸಿಗಬೇಕು. ಯಾಕಂತ ಹೇಳಿದರೆ ಯಾವುದೇ ಒಂದು ಶಾಖೆಯನ್ನು ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ನಡೆಸಬೇಕು ಅಂತ ಹೇಳಿದರೆ ಸಿಬ್ಬಂದಿಗಳ ಒಂದು ಸಹಕಾರ ಹಾಗೂ ಅವರ ಸೇವೆ ಅತಿ ಮುಖ್ಯ ಆಗ್ತದೆ. സ്ട്രോങ് റൂമിന്റെ ഉദ്ഘാടനം വി ചന്ദ്രൻ നിർവഹിച്ചു. ലോക്കറിന്റെ ഉദ്ഘാടനം രവീന്ദ്രയെയും നിർവഹിച്ചു. മഞ്ചേശ്വരം സേവാ സഹകാരി ബാങ്ക് പ്രസിഡന്റ് എസ് രാമചന്ദ്ര അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പുതിയ ശാഖയും ഉദ്ഘാടനം ചെയ്തു. രാജ ബെല്ലപ്പട വിളക്ക് കൊളുത്തി. ബാങ്ക് സെക്രട്ടറി രാജൻ നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജയചന്ദ്രൻ എ ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. ആദ്യ വായ്പ ജയാനന്ദ KR വിതരണം ചെയ്തു. ജനപ്രതിനിധികളായ മുസ്തഫ ഉദ്യാവർ, രാജേഷ് മജൽ, കുൽസുമ, ഉദ്യോഗസ്ഥരായ സുനിൽകുമാർ, പി ബൈജുരാജ്, ബി സുകുമാരൻ, പ്രമുഖരായ വിജയ കനില, കിരൺ കുമാർ ഷെട്ടി, കൃഷ്ണപ്പ ബെങ്കരെ, രാമകൃഷ്ണ ഷെട്ടിഗർ, അഷ്റഫ് കുഞ്ചത്തൂർ, യോഗേഷ് കെ, ഡോക്ടർ രേഖ, വിജയ കനില തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ഹെഡ് ഓഫീസിന് പുറമെ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഹൊസബെട്ടു, ഹൊസങ്കടി, ഉദ്യാവരം, ബഡാജി, തലപ്പാടി എന്നിവിടങ്ങളിലും ശാഖകളുണ്ട്. ഇതോടൊപ്പം ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഹൊസങ്കടി, കുഞ്ചത്തൂർ ശാഖകളിലും ഒരു സായാഹ്ന ബ്രാഞ്ച് ആരംഭിച്ചിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. രാജപുരത്ത് നാടൻ കള്ളത്തൂക്ക് നിർമ്മാണ സാമഗ്രികളുമായി ഒരാൾ പിടിയിൽ. ആലക്കോട് കാർത്തികപുരം സ്വദേശി അജിത് കുമാർ MK യാണ് രാജപുരം പോലീസിന്റെ പിടിയിലായത്. 2 പേർ ഒളിവിൽ. രാജപുരത്ത് നാടൻ കള്ളത്തോക്കും നിർമ്മാണ സാമഗ്രികളുമായി ഒരാൾ പിടിയിൽ. ആലക്കോട് കാർത്തികപുരം മേനിരിക്കൽ വീട്ടിൽ ദാമോദരന്റെ മകൻ അജിത് കുമാർ MK യാണ് രാജപുരം പോലീസിന്റെ പിടിയിലായത്. പൂർണ്ണമായും പണി പൂർത്തീകരിച്ച 2 തോക്കുകളും പണി പൂർത്തീകരിക്കാറായ 1 തോക്കും സ്ഥലത്തു നിന്നും പിടിച്ചെടുത്തു. കൂടാതെ 16ഓളം തോക്ക് നിർമ്മാണ സാമഗ്രികളും പോലീസ് പിടിച്ചെടുത്തു. കള്ളാർ കോട്ടക്കുന്ന് കൈക്കളം കല്ലിലെ ജസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ നിന്നാണ് കള്ളത്തോക്കും നിർമ്മാണ സാമഗ്രികളും പിടിച്ചെടുത്തത്. ഇവിടെ വെച്ച് കള്ളത്തോക്ക് നിർമ്മാണമുണ്ടെന്ന് കാഞ്ഞങ്ങാട് ബേക്കൽ ഡിവൈഎസ്പിമാർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാജപുരം പോലീസ് ഇൻസ്പെക്ടർ പി രാജേഷിന്റെ നിർദ്ദേശമനുസരിച്ച് SI-മാരായ കരുണാകരൻ, ബിജു പുളിങ്ങോം, ASI ഓമനക്കുട്ടൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ദിലീപ്, സനൂപ്, ഡ്രൈവർ വിനോദ്, ബേക്കൽ ഡിവൈഎസ്പിയുടെ സ്ക്വാഡ് അംഗങ്ങളായ സുഭാഷ്, കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ സ്ക്വാഡ് അംഗങ്ങളായ ASI അബൂബക്കർ, ജിനേഷ്, നികേഷ് എന്നിവരടങ്ങിയ സംഘമാണ് റെയ്ഡ് നടത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇയാളുടെ സഹായികളായ 2 പേർ ഒളിവിലാണ്. ഇവർക്കെതിരെ കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തിവരുന്നു. ഇവരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും 2 പേരും മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഇവർക്കായി പോലീസ് ശക്തമായ തിരച്ചിൽ നടത്തുകയാണ്. ഇവർ ഏർപ്പെടുത്തിക്കൊടുത്ത വാടക വീട്ടിൽ വെച്ചാണ് തോക്ക് നിർമ്മാണം നടത്തിയത്. ആശാരിപ്പണി, കൊല്ലപ്പണി, കത്തി നിർമ്മാണം, രാമച്ച ചെമ്പ് നിർമ്മാണം, തോക്ക് നിർമ്മാണം എന്നിവയിൽ വിദഗ്ധനാണ് പ്രതി. ആവശ്യക്കാർക്ക് അവർ തരപ്പെടുത്തി കൊടുക്കുന്ന താമസ സ്ഥലത്ത് ചെന്ന് തോക്ക് നിർമ്മിച്ചു കൊടുക്കുകയാണ് പതിവ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം വരും ദിവസങ്ങളിൽ നടത്തുമെന്ന് കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന രാജപുരം ഇൻസ്പെക്ടർ പി രാജേഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, രാജപുരം. മടിക്കൈ കീക്കാങ്കോട് നൂഞ്ഞിയിൽ ദ്വിദന്ത ഗണപതിയാർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവത്തിന് തുടക്കമായി. സമൂഹ മൃത്യുഞ്ജയ ഹോമം നടന്നു. 2 കൊമ്പുള്ള ഗണപതിയുടെ വിഗ്രഹ പ്രതിഷ്ഠയും ആരാധനയുമുള്ള ഉത്തര കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ മടിക്കൈ കീക്കാംകോട്ട് നൂഞ്ഞിയിൽ ദ്വിദന്ത ഗണപതിയാർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവത്തിന് തുടക്കമായി. വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് മഹാഗണപതി ഹോമത്തോടുകൂടിയാണ് ഉത്സവം ആരംഭിച്ചത്. സമൂഹ മൃത്യുഞ്ജയ ഹോമം ഭക്തിയുടെ നിറവിൽ നടന്നു. ജനകീയ പങ്കാളിത്തത്തിൽ നടന്ന ഉത്സവത്തിൽ നാടിന്റെ നാനാഭാഗത്തിലുമുള്ള നിരവധി ആളുകൾ പങ്കെടുത്തു. ഉപദേവാലയ പൂജ, ഭജന, അലങ്കാര പൂജ, അന്നദാന പ്രസാദ വിതരണം എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന സമ്മേളനം ജൂലൈ 12, 13 തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന സമ്മേളനം ജൂലൈ 12, 13 തീയതികളിലായി നടക്കും. വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാന ഓഡിറ്റോറിയം ചാമുണ്ടിക്കുന്നിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത്. ഉദ്ഘാടന സമ്മേളനം
തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. E. ചന്ദ്രശേഖരൻ MLA, M. രാജഗോപാലൻ MLA, CH കുഞ്ഞമ്പു MLA, NA നെല്ലിക്കുന്ന് MLA, AKM അഷ്റഫ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, പുരക്കളി അക്കാദമി ചെയർമാൻ K. കുഞ്ഞിരാമൻ, നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, T. ശോഭ, K. സബീഷ്, VP മോഹനൻ, സതി ശശി എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. പൂരക്കളി പ്രദർശനവും നടക്കും. ജൂലൈ 13 പ്രതിനിധി സമ്മേളനം നടക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ CK നാരായണ പണിക്കർ, മടിക്കൈ ഗോപാലകൃഷ്ണ പണിക്കർ, ദാമോദര പണിക്കർ, ഐശ്വര്യകുമാരൻ, കൊട്ടൻ കുഞ്ഞി, വസന്തകുമാർ, അനീഷ് ദീപം, ശ്രീധരൻ TV, N. കൃഷ്ണൻ വെള്ളൂർ, ജനാർദ്ദനൻ കുന്നരുവത്ത് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് MG റോഡിൽ രൂപപ്പെട്ട കുഴി എംസാൻഡ് ഉപയോഗിച്ച് അടക്കുവാൻ ശ്രമിച്ചത് നാട്ടുകാർ തടഞ്ഞു. ദേശീയ പണിമുടക്കിനിടെയാണ് കുഴി നികത്തുവാൻ ശ്രമമുണ്ടായത്. കാസർഗോഡ് നഗരത്തിൽ ബൈക്ക് യാത്രികർ കണ്ടെയ്നർ ട്രെയിലറിനടിയിൽ കുടുങ്ങി. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും പുറത്തെടുത്തത് സാഹസിക നീക്കത്തിലൂടെ. അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി സീതാംകൂടിയിൽ സംഘടിപ്പിച്ച പ്രകടനത്തിൽ ലാത്തിച്ചാർജ്. പ്രാദേശിക നേതാക്കളായ 3 പേർ കസ്റ്റഡിയിൽ. കാസർഗോഡ് പെരിയ മുത്തനെടുക്കത്ത് വൻ ലഹരിവേട്ട. കാറിൽ കടത്തുകയായിരുന്ന MDMAയുമായി 2 പേർ പിടിയിൽ. ഗ്രീൻ കാസർഗോഡ് 3ാം ഘട്ട പദ്ധതി മുന്നാട് പീപ്പിൾസ് കോളേജ് ക്യാമ്പസിലും തുടക്കമായി. തഹസിൽദാരുടെ നോട്ടീസിൽ പകച്ച് കാസർഗോഡ് ഒരു കുടുംബം. നായക്സ് റോഡിലെ ലക്ഷ്മി അമ്മയും കുടുംബവുമാണ് കണ്ണീർ കയത്തിലായിരിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.